ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീട്ടമ്മമാർക്ക് പാചകം എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന ചില പൊടിക്കൈകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുനാരങ്ങ നീര് കോഴി ഇറച്ചിയിൽ പുരട്ടി സ്വല്പസമയം വെച്ചതിനു ശേഷം റോസ്റ്റ് ചെയ്താൽ ഇറച്ചിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുകയും കൂടെ തന്നെ മസാല ഇറച്ചിയിൽ നല്ലതുപോലെ പിടിക്കുന്നതിനും സഹായിക്കും. മാത്രവുമല്ല, ഇറച്ചി നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നതിനും ഇത് സഹായകരമാണ്. കുടംപുളി ചീത്തയാവാതിരിക്കുന്നതിന് പല പൊടിക്കൈകളും വീട്ടമ്മമാർ പരീക്ഷിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഉപ്പും കൂടി തിരുമ്മി വെച്ചാൽ കുടംപുളി കൂടുതൽ സമയം കേടാവാതെ സൂക്ഷിക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ബാക്കി വന്നാൽ അത് വെളിച്ചെണ്ണ പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണേലും അത് കേടാകാതിരിക്കും. ഇത് ചപ്പാത്തി കൂടുതൽ സോഫ്റ്റ് ആകാനും സഹായിക്കുന്നു. പലരുടെയും പ്രശ്നമാണ് ചേന കറി വെക്കാൻ മുറിക്കുമ്പോൾ കൈ ചൊറിയുന്നു എന്നത്. ചേന മുറിച്ചു കഴിഞ്ഞ് പുളിവെള്ളത്തിലിട്ടാൽ ചൊറിയുകയില്ല. പുളിവെള്ളത്തിൽ കഴുകി ചേന അരിഞ്ഞാൽ ചൊറിയില്ല എന്നതാണ്. അത് മാത്രമല്ല, ഇത് ചേനക്കറിയുടെ സ്വാദും കൂട്ടുകയും ചെയ്യും. അടുത്തത്, ചേന അരിഞ്ഞതിന് ശേഷം അല്പം വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് കയ്യിലെ ചൊറിച്ചില് ഇല്ലാതാക്കുന്നു. ചേന അരിയുന്നതിന് മുമ്പും വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. വേറൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത്, ചേന കറി വെക്കാൻ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ചേന ഒന്ന് വേവിച്ചു കഴിഞ്ഞ് അരിഞ്ഞാല് കയ്യിൽ ചൊറിച്ചിൽ ഉണ്ടാവുകയില്ല എന്നതാണ്. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.